ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് നടക്കുന്ന ലോക്കൽ ബാങ്ക് ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് 4/7/2025 മുതലാണ്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനും പേയ്മെൻറ്റ് ചെയ്യാനുമുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 24/7/2025 വരെയാണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അടുത്തായിട്ട് പറയുന്നത്. ഈ പോസ്റ്റിൻ്റെ പേര് ലോക്കൽ ബാങ്ക് ഓഫീസർ എന്നാണ്. ഇതിൻ്റെ ഗ്രേഡ് JMG സ്കെയിൽ 1 ആണ്. ഓൾ ഓവർ ഇന്ത്യ ഉള്ള ഇതിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് 2500 ആണ്. ഏജ് മിനിമം 21, മാക്സിമം 30 ആണ്. സംവരണ വിഭാഗങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ പറയുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആയ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, എഞ്ചിനീയറിംഗ്, മെഡിസിൻ ഇത് കഴിഞ്ഞവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഇതിനൊരു പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കൂടി ആവശ്യപ്പെടുന്നുണ്ട്. മിനിമം 1 ഇയർ ഓഫീസർ റാങ്കിൽ ഏതെങ്കിലും ഒരു ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിലോ റീജിയണൽ റൂറൽ ബാങ്കിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ ലാംഗ്വേജ് പ്രൊഫഷൻസി, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്തെ ലോക്കൽ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ കേരളത്തിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ മലയാളം ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ വേക്കൻസിയൊക്കെ വരുന്നത് കേരളത്തിൽ മൊത്തം 50 വേക്കൻസിയാണുള്ളത്. നമ്മൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ലോക്കൽ ലാംഗ്വേജ് മലയാളം അറിഞ്ഞിരിക്കണം. SC വിഭാഗത്തിലേക്ക് 7 സീറ്റും, ST വിഭാഗത്തിൽ 3 സീറ്റും, OBC വിഭാഗത്തിൽ 13, EWS കാറ്റഗറിയിൽ 5, ജനറൽ കാറ്റഗറി 22, അങ്ങനെ ടോട്ടൽ 50 സീറ്റാണുള്ളത്. അതുകൂടാതെ OC HI വിഭാഗത്തിൽ 2 സീറ്റുകൾ കൂടി നമുക്ക് ഒഴിവുണ്ട്. നമ്മുടെ ഏജ് റിലാക്സേഷൻ്റെ കാര്യം മുൻപ് പറഞ്ഞിരുന്നു. അതായത് കുറഞ്ഞ ഏജ് 21, കൂടുതൽ 30 ആണ് നമ്മൾ പറഞ്ഞത്. സംവരണ വിഭാഗങ്ങൾക്ക് ഇതിൽ നിയമാനുസൃത വയസ്സിളവുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബിന് 5 വർഷമുണ്ട്. OBC അതായത് നോൺ ക്രീമി ലെയർ പരിധിയിൽ വരുന്നവർക്ക് 3 വർഷം വയസ്സിളവ് ഉണ്ടാകും. ഇനി പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒരു ജനറലോ EWSO കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ 10 വർഷം വയസ്സിളവ് സംബന്ധിച്ചിട്ടുള്ള നിയമാനുസൃത വയസ്സിളവുണ്ട്. OBCയിലാണെങ്കിൽ 13 വർഷം വയസ്സിളവ് ഉണ്ടായിരിക്കും. SC ST ആണെന്നുണ്ടെങ്കിൽ 15 വർഷത്തെ വയസ്സിളവുണ്ട്. അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. കൂടാതെ എക്സ് സർവീസ്മെനും ഇതേപോലെ തന്നെ ജനറൽ കാറ്റഗറി EWS ആണെങ്കിൽ 5 വർഷത്തെ വയസ്സിളവും, OBCക്ക് ആണെങ്കിൽ 8 വർഷവും, SC STയിൽ പെടുന്നവർക്കാണെങ്കിൽ 10 വർഷവും വയസ്സിളവും ഉണ്ടായിരിക്കും. ഇതിന് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ ഫീസ് നോർമൽ കാൻഡിഡേറ്റ്സിന് EWS, OBC അതേപോലെ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 850 രൂപയും, അതുകൂടാതെ SC ST, PWD, എക്സ് സർവീസ്മെൻ, വുമൺ ഇവർക്കൊക്കെ 175 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇത് ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് നിയമനം വരുന്നത് പ്രധാനമായും ആദ്യത്തെ 12 വർഷം നമുക്ക് കേരളത്തിൽ തന്നെ ആയിരിക്കും നിയമനം വരുന്നത്. അതിനുശേഷം തുടർന്ന് നമ്മൾ ബാങ്ക് പറയുന്നതനുസരിച്ചിട്ട് ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ തയ്യാറായിരിക്കണം. കൂടാതെ അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 48,480 മുതൽ 85,920 വരെയാണ് ഇതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്.
ഈ ജോലി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊബേഷൻ പീരീഡ് പറയുന്നത് 1 വർഷമാണ് പ്രൊബേഷൻ പീരീഡ് പറയുന്നത്. അതുകൂടാതെ നമ്മൾ ഈ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു സിബിൽ സ്കോർ എന്ന് പറയുന്നത് മിനിമം ഒരു 680 അതിന് മേളിൽ വന്നിരിക്കണം. അതുകൂടാതെ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സർവീസ് ബോണ്ട് ഉണ്ട്. അതായത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്തിരിക്കണം. ഇനി അഥവാ നമ്മളത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 ലക്ഷം രൂപ നമ്മൾ അവിടെ ഒരു സെക്യൂരിറ്റി എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുകൂടാതെ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ ഇതൊക്കെയാണ് ഉണ്ടായിരിക്കുക. അതിന് ശേഷമായിരിക്കും ഇതിൻ്റെ നിയമനം നടക്കുന്നത്. ഓൺലൈൻ ടെസ്റ്റിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമുക്കൊരു 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും നമുക്കുണ്ടായിരിക്കുന്നത്. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 മാർക്കിൻ്റെ, ബാങ്കിങ് നോളജ് 30 മാർക്കിൻ്റെ, ജനറൽ ഒരു എക്കണോമിക് അവയർനെസ് 30 മാർക്കിൻ്റെ, പിന്നെ റീസണിങ് എബിലിറ്റി ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്കിന്. അങ്ങനെ ടോട്ടൽ 120 മാർക്കിലാണ് ഉണ്ടായിരിക്കുക. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒഴികെ ബാക്കി വരുന്ന 3 ടോപ്പിക്കുകളും നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ലഭ്യമാവുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് കേരളത്തിൽ ഈ പരീക്ഷയ്ക്കുള്ള എക്സാം സെൻറ്റർ എന്ന് പറയുന്നത് എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ ജില്ലകളിലായിരിക്കും. അതുപോലെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ അയക്കുന്നത് ഓൺലൈനായിട്ട് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ www.bankofbaroda.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അതിൽ കരിയർ എന്ന് പറയുന്ന ഓപ്ഷൻ റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് നമുക്ക് കരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കറണ്ട് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ എടുക്കുക. അതിൽ നമുക്ക് ഈ പറയുന്ന പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഒരു കോൺടാക്ട് നമ്പറും നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. ബാക്കി നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും, ബയോഡേറ്റ മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡായി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാങ്ക് ഓഫ് ബറോഡ തന്നെ career.html എന്നൊരു പേജ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസുകളെല്ലാം തന്നെ, അതായത് ഇതിൻ്റെ ഗൈഡ് ലൈൻസും മുഴുവൻ നമുക്കതിൽ കിട്ടുന്നതാണ്. അത് വെച്ചിട്ട് നമുക്ക് വായിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.